മണി കഴിഞ്ഞിട്ട് അവിടെ എത്തി കോഴിക്കോട്. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ പോയി. അപ്പോൾ തന്നെ ഫുള്ള് ക്യൂ ആണ്. ഇങ്ങനെ ഈ നിലക്കുള്ള ക്യൂ ആണ്. ഈ ക്യൂവിൽ നിന്ന് 4 മണി 4:45 അപ്പം മനസ്സിൽ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. റബ്ബേ എന്താ ചെയ്യുക, ഇന്നിപ്പോൾ കണ്ട് കിട്ടൂലല്ലോ. ഞാനാണെങ്കിൽ വിസ വന്ന് പോകണം, എനിക്ക് കുഞ്ഞിപ്പാനൊന്ന് കാണണം, ഷെയ്ഖുനാനെ കാണണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ആൾ നിങ്ങൾ പാപ്പയോ അല്ലെങ്കിൽ ഷെയ്ഖുന പിന്നെ ഇക്കെ ഉസ്താദോ മറ്റോ വന്നാലേ തുറക്കുള്ളൂ 5 മണിക്ക് ശേഷം. അത് 5 മണിക്ക് അടക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതൊരു വിഷമം, ഇങ്ങനെ കാണാൻ പറ്റില്ല, എന്താ റബ്ബേ ചെയ്യുക. അപ്പോഴാണ് വരാന്തയിൽ നിന്ന് മൂപ്പം വന്ന് വിളിക്കുന്നത്, മഞ്ഞ കുപ്പായിട്ട് ആളുണ്ട് ഷെയ്ഖുനെ വിളിക്കുന്നത്. ഞാനും പറഞ്ഞ് ഒരു ഭാഗ്യമുള്ള മനുഷ്യനായിരിക്കുമല്ലോ ഷെയ്ഖുനെ വിളിക്കുന്ന ഒരാൾ. ഞാനും തിരിഞ്ഞു നോക്കി, ഞാനും പറഞ്ഞ് മഞ്ഞക്കുപ്പായിട്ട് ആളുണ്ട് വിളിക്കുന്നു. വീണ്ടും വിളിച്ച്, ഞാൻ വീണ്ടും പറഞ്ഞ് ഷെയ്ഖുനെ ഉണ്ട് വിളിക്കുന്നത് മഞ്ഞക്കുപ്പായിട്ട് ആളാ. അപ്പോൾ ഈ മൂപ്പം പറഞ്ഞു, കോയ നിങ്ങൾ തന്നെയാണ് വിളിക്കുന്നത്, ഞാൻ മഞ്ഞക്കുപ്പായിട്ടത് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ശരിക്ക് ഇതില്ല, എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഈ ഇപ്പം പറയുമ്പോൾ മഞ്ഞക്കുപ്പായ തന്നെയാണ് ഷെയ്ഖുന. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കയറി. ഏറ്റവും സന്തോഷമുള്ള സമയമാണുള്ളത്. ഞാൻ 2 സ്റ്റെപ്പ് ഒന്നായിട്ട്, 1 സ്റ്റെപ്പ് ഓരോ ചെല്ലുകാർ 2 സ്റ്റെപ്പ് ചാടിയാണ് കയറി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഞാനവിടെ എത്തി. സാധാരണ ചെന്ന് സലാം ചൊല്ലി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഷെയ്ഖുനെ സലാം മടക്കി എന്നിട്ട് കൈ പിടിച്ച് മുത്തി ദൂരെ നിൽക്കുകയാണ് സാധാരണ. അങ്ങനെയാണ് അദബിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ, ആ കൈ ഇങ്ങനെ ഫുള്ളായിട്ട് പൗഡർ ഉണ്ടാവും, പോൺസ് പൗഡർ. ഇത് പോൺസ് പൗഡറാണെന്ന് എനിക്ക് തോന്നുന്നു. പൗഡർ ഇട്ടിങ്ങനെ കിടക്കും. മൂപ്പറ മേത്തും ഉണ്ടാവും, പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കന്ന് തോന്നി അന്നേരം കൈ ഞാൻ സലാം ചൊല്ലി ഇവിടെ എൻ്റെ ഒറ്റ പൊത്തിപ്പെടുത്തും. ഷെയ്ഖുന പൊരുത്തം വേണം പറഞ്ഞു. മൂസക്ക് പൊരുത്തമുണ്ട്, മൂസക്ക് പൊരുത്തമുണ്ട്, മൂസക്ക് പൊരുത്തമുണ്ട്.